ഞാനൊന്ന് കൈയടിച്ചാൽ അനുസരണയോടെ പള്ളിനട ഓടിക്കയറി വരുന്ന ഒരു കുട്ടിയെ ഞാൻ ഓർമ്മിക്കുന്നു. മടൽ വെട്ടിയെടുത്ത ബാറ്റും ഒട്ടുപാലുരുട്ടിയെടുത്ത പന്തും കൈലേന്തി ഞാനൊന്ന് മാടി വിളിച്ച ഞായറാഴ്ച കുർബാനയ്ക്ക് കയറിക്കൊണ്ടിരിക്കുന്ന നടകൾ തിരിച്ചിറങ്ങി ഓടി വരുന്ന എൻ്റെ കൂട്ടുകാരെ ഞാൻ ഓർക്കുന്നു. ക്രിക്കറ്റ് കളി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് തന്നെ തീറ്റി തിരിച്ച് വീട്ടിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ അമ്മ ഏൽപ്പിച്ചു വിടുന്ന പശുവിനെ ഏതെങ്കിലും കണ്ടത്തിൽ അഴിച്ചു വിട്ടിട്ട് ക്രിക്കറ്റ് കളി ഗ്രൗണ്ടിലേക്ക് ഓടി വരുന്ന എൻ്റെ കൂട്ടുകാരെ ഞാൻ ഓർക്കുന്നു. കരിമ്പും ആനക്കാമ്പോലും മുത്തപ്പൊമ്പുഴയും തമ്മിൽ നടന്നിട്ടുള്ള ത്രികോണ സൗഹൃദ ക്രിക്കറ്റ് മത്സരങ്ങൾ ഞാൻ ഓർക്കുന്നു. സൗഹൃദ മത്സരങ്ങൾ തീരുമാനിച്ചു കഴിയുമ്പോൾ ടീം സെലക്ഷൻ നടത്തുന്നതിനെ പറ്റി ഞാൻ ഓർക്കുന്നു. ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ എന്നതിലുപരി ഏറ്റവും നന്നായിട്ട് തർക്കിക്കുന്നവനായിരുന്നു ടീമിലെ ഏറ്റവും വലിയ താരം. കളി ജയിച്ചു കഴിഞ്ഞാൽ കളിയിലെ കേമൻ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ബാറ്റ്സ്മാനോ അല്ലെങ്കിൽ ഏറ്റവും വിക്കറ്റ് എടുത്ത ബൗളറോ അല്ലെങ്കിൽ ക്യാച്ച് എടുത്ത ഫീൽഡറോ അല്ല, ഏറ്റവും നന്നായി തർക്കിച്ച ആളാണ് കളിയിലെ കേമൻ. 2 ദിവസത്തേനെങ്കിലും ആ ഹൈലൈറ്റ്സ്, തർക്കീരിൻ്റെ ഹൈലൈറ്റ്സ് ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ ക്രിക്കറ്റ് സൗഹൃദ മത്സരങ്ങൾ ഓർക്കാൻ എന്താ കാര്യം എന്നല്ലേ, ഞങ്ങൾ ഗ്ലാഡ്സ്റ്റൺകാരും ഞങ്ങളുടെ അടുത്തുള്ള റോക്കാംപ്ടൺകാരുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സൗഹൃദ മത്സരം നടത്തി ക്രിക്കറ്റ്. അന്ന് കരിമ്പിൽ ഞങ്ങൾ തർക്കിക്കൽ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഞങ്ങൾ എല്ലും കപ്പ് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. കളിയുടെ 2 ദിവസം മുന്നേ പ്ലാൻ ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ ടോമിബായുടെ വീട്ടിൽ കൂടി ഒരു എല്ലും കപ്പ ഉണ്ടാക്കി നൈസായിട്ട്. തലേ ദിവസം രാത്രിയിൽ പിറ്റേ ദിവസം ക്രിക്കറ്റ് കളിക്കാൻ വന്ന എല്ലാവർക്കും, കളി കാണാൻ വന്ന എല്ലാവർക്കും ഞങ്ങൾ എല്ലും കപ്പ കൊടുത്തു. കളി ജയിച്ചാലും തോറ്റാലും എല്ലും കപ്പ ഗംഭീരമായിരുന്നു. എല്ലാവരും ഇതിനെപ്പറ്റി ഞങ്ങൾ നീണ്ടിയിട്ട് പോയി. പിറ്റേ ദിവസം ഡ്യൂട്ടി ആയതുകൊണ്ട് കളി കാണാൻ പോലും വരാൻ പറ്റാണ്ടിരുന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടി എല്ലും കപ്പ ഉണ്ടാക്കി തന്ന ഞങ്ങളുടെ ഷെഫ് ബിബിനും കളിയുടെ ആകാശ ദൃശ്യങ്ങൾ പകർത്തിയ ജോർജ് ഏട്ടനും പ്രത്യേകം നന്ദി.